അല്ലല്ല, പ്രൊഡ്യൂസർ എന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചല്ലേ. പുള്ളി ഒരു ചടങ്ങിനകത്തിരിക്കുക, കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. കുട്ടിക്ക് മലയാളത്തിലൊരു ഫ്യൂച്ചർ കാണുന്നുണ്ട്. റോളൊക്കെ ശരിയാക്കുന്നേ. ദേ ഇതിലേക്ക് നമ്പറും പേരും ഒന്ന് ഫീഡ് ചെയ്തേ, ഞാൻ വിളിക്കാം. കുട്ടിയുടെ ചേച്ചി ആയിരിക്കും. അല്ല, ടീച്ചറാ. ടീച്ചർ അഭിനയിക്കാൻ വന്നാണോ? സന്ധ്യ, ഞാൻ വിളിക്കാം. സന്ധ്യക്ക് വിശദമായിട്ട്. അയ്യോ, இங்க சந்தி யாரு? நான் தான் சார். டேய் சசி, நீ இங்க இருக்கா? 3 டீ சொல்லி எவ்வளவு நேரம் ஆச்சுடா? சீக்கிரம் போய் வாங்கிட்டு வா. நீ வாமா. ഈ തെണ്ടീനെ ഞാൻ കൊല്ലും. സോറി. എന്താടോ തനിക്ക് കണ്ണ് കണ്ടൂടെ? ചൂട് വെള്ളം മാറി. ഇത് നിന്റെ പെരുങ്ങോട്ട് ശരിയല്ല. അയാൾ സോറി പറഞ്ഞില്ലേ? ഇനി എന്താ അവിടെ ഇരിക്കും. എന്താടി ഞാൻ ചെയ്ത് തെറ്റ്? നിന്നെ ഇഷ്ടപ്പെട്ടോ? നിന്നെ സ്നേഹിച്ചതോ? പ്രേമമാണത്രേ പ്രേമം. നാണമില്ലേ സുരേഷ് നിങ്ങൾക്കിത് പറയാൻ? ഇതിപ്പോ തീരെ പ്രതീക്ഷിക്കാത്തതായല്ലോ കുട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്ന് ഞാൻ പറയാം, ഇതങ്ങനെ എല്ലാവർക്കും കിട്ടണ ഭാഗ്യമല്ല. അതന്നെ ഞാനും പറയണേ. ഇതൊക്കെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടണ അവസര. എനിക്ക് വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ എപ്പ പോയെന്ന് ചോദിച്ചാ മതി. അതിനവരും കൂടി വിചാരിക്കണ്ടേ? ചിലപ്പോ ഇതായിരിക്കും നിന്റെ വഴി. മോൾ ആഗ്രഹിച്ചതിനേക്കാൾ വലിയൊരു ജീവിതമായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നത്. സിനിമ ആയതുകൊണ്ട് മാത്രം എനിക്കിത്തിരി പേടി. ഗായത്രി ധൈര്യമായിട്ട് പൊക്കോ. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. അവക്ക് ഒരു കുറവും വരില്ല. പിന്നെ ഞങ്ങൾക്കൊരു ഗമിയല്ലേ കൂടെ താമസിക്കുന്നത് ഒരു സിനിമാ നടിയാണെന്ന് പറയാൻ. എന്നാലും എനിക്ക് മനസ്സിലാകാത്തത് ചേച്ചീനെ അവർ എങ്ങനെ നായികയാക്കി എടുത്തു. അച്ചു, നീ എന്റെ വാങ്ങുവേ. അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ഞാൻ എവിടെ പോയാലും ഇതുപോലെ പറഞ്ഞ എപ്പോഴും എന്റെ പിന്നാലെ ഉണ്ടാവും. ഹലോ, ടിക്കറ്റ് കിട്ടിയോ? ഓക്കെ, എത്ര മണിക്കാ? ഓക്കെ ഓക്കെ. ചേട്ടനാ വിളിച്ചത്. 5:30 ട്രിവാൻഡ്രം മെയിലിന് ടിക്കറ്റ് ശരിയായിട്ടുണ്ട്. നമുക്കിറങ്ങാം. ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. മോളെ, നീ ഇത് വെച്ചോ. വേണ്ട ടീച്ചറെ, ഇപ്പൊ തന്നെ ടീച്ചർ കൊറേ ബുദ്ധിമുട്ടി. നീ ഇത് വെക്ക്. പലതരം ആൾക്കാരാ ഇവിടെ. പിന്നെ സിനിമാക്കാരെ പറ്റി മോശം അഭിപ്രായം. നിന്നെ നീ തന്നെ സൂക്ഷിക്കണം. ടീച്ചർ പറയുന്നതൊക്കെ മോൾക്ക് മനസ്സിലായോ? വാ. വിനുവേട്ടാ, വിനുവേട്ടാ, എനിക്ക് വിനുവേട്ടനും വിനുവേട്ടനും ഞാനും മാത്രം മതി. എല്ലാം ഞാൻ ഉപേക്ഷിക്കും. നമുക്ക് ഈ നശിച്ച നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാം. വിനുവേട്ടാ,
ജന്ത് കരുതി ഞമ്മളൊന്നും അറിയില്ലെന്നോ? നിങ്ങളെല്ലാരും കൂടെ എന്നെ ചതിക്കായിരുന്നു. ഇന്നേ വരെ ഇസ്ലാമിന് നിരക്കാത്തൊന്നും ഈ മൂസാ ഹാജി ചെയ്തിട്ടില്ല. പള്ളിയും നാട്ടുകാരും ഒക്കെ ഒരു സ്ഥാനം തന്നിട്ടുണ്ട്. എന്താ അത്? ഇസ്ലാമിന്റെ നീതിക്ക് വഴങ്ങി ജീവിക്കണോണ്ട് ഇജ്ജായിട്ട് അത് ഇല്ലാണ്ടാക്കി. ഞാൻ നിർബന്ധിച്ചിട്ടാ ഉമ്മ. മിണ്ടരുത്, മിണ്ടരുത്. നിന്റെ പൊരെ കഴിയണമെങ്കിൽ നിന്റെ ആഗ്രഹങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ഒത്ത് എന്നെ അനുസരിച്ച് കഴിയണേ മാത്രം കഴിഞ്ഞാ മതി. അല്ലെങ്കിൽ എല്ലാവർക്കും പോവാം. അത് ഉമ്മയായാലും മക്കളായാലും. ഉസ്മാനെ, വണ്ടി എടുക്കടാ. സിനിമ എന്റെ ജീവിതം നബിസു. അതില്ലാണ്ട് എനിക്ക് എന്നെ എപ്പോഴും കളിയാക്കാറല്ലേ? ചേച്ചി ഒരു ഓട്ടോഗ്രാഫ് തരുമോ? പിന്നെ കിട്ടിയില്ലെങ്കിലോ? ഓട്ടോഗ്രാഫോ? ഇവനെ ആയിരിക്കും ആദ്യം കിട്ടുന്നത്. എന്റെ ആദ്യത്തെ ഓട്ടോഗ്രാഫ് നിനക്കിരിക്കട്ടെ. താങ്ക്സ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യ്, ഞാൻ വരാം. ചേച്ചി ഒപ്പിടാനൊക്കെ പഠിച്ചു. ടീച്ചറെ, എനിക്ക് സന്തോഷായി മോളെ. നിന്റെ സങ്കടങ്ങളൊക്കെ ഇതോടെ തീരുമല്ലോ. ടീച്ചർ എൻ്റെ കൂടെ ചെന്നൈക്ക് വാ, നമുക്ക് ക്ലാസ് ഒക്കെ അവിടെ തുടങ്ങാം. അല്ല, നീ അവിടെ സ്ഥിരാക്കാൻ തീരുമാനിച്ചോ? ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. മോളെ നമുക്ക് അവിടെ ഏതെങ്കിലും സ്കൂളിലും ചേർക്കാം. വരട്ടെ, നമുക്ക് ആലോചിക്കാം. കുറെ സിനിമയൊക്കെ ചെയ്ത് കൈനിറയെ കാശൊക്കെ കിട്ടി നമുക്കവിടെ സുഖമായിട്ട് ജീവിച്ചൂടെ? നീ വല്ലാണ്ട് മാറി. ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ആയി. ടീച്ചർ കുറ്റം പറയല്ല മോളെ, പക്ഷേ നമ്മൾ നമ്മളായിട്ട് ജീവിച്ചാ പോരെ. പണവും പ്രശസ്തിയും ഒക്കെ വരും, നമ്മൾ അതിന്റെ പുറകെ പോണ്ട. നീ നല്ല കുട്ടിയാ. എന്നാലും നമ്മൾ സൂക്ഷിച്ചും കണ്ടും ജീവിച്ച പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ലല്ലോ. ആരുമില്ല ഇവിടെ. എന്തു വേണം? അച്ഛൻ മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാ. കുറച്ചു കാലം കൂടെ കള്ളുമോന്നുള്ള കാശിതിലുണ്ട്. ഒന്നിന്നേ. എന്റെ അമ്മയൊരു പാവമായിരുന്നു, അതുപോലല്ല ഞാൻ. ഇപ്പൊ ഈ കാശി വന്നതേ നിങ്ങൾ കുടിച്ചിട്ടെങ്കിലും ഒന്ന് ചത്ത കാണാൻ വേണ്ടിയാ. സാവിത്രി, ടീച്ചർക്ക് അറിയില്ല, ഓരോ പ്രാവശ്യം ഓരോ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് എന്റെ അമ്മയുടെ മരണം ഇയാൾ ആഘോഷിക്കുമായിരുന്നു. ഗോപി വെക്കോ.